ഹായ് മകളെ, ഒരു 2-3 ദിവസം മുമ്പേ ഒരു മോള് എനിക്ക് മെസ്സേജ് അയക്കാണ്. മോൾ അയക്കുന്ന മെസ്സേജിന്റെ ഒരു ചുരുക്കം ഞാൻ പറഞ്ഞുതരാം. എന്തിനാണ് ഇപ്പോൾ നിങ്ങളോട് ഇത് പറയുന്നത് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവും. കാര്യം ഇങ്ങനെയാണ്, ആ കുട്ടിയുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവിടെ ഉമ്മയും ഉപ്പയും ഒക്കെ ഡൈവേഴ്സിന്റെ വക്കിലാണ്. ഉപ്പാക്ക് 14 ലക്ഷത്തോളം രൂപ കടമുണ്ട്. അതിൻ്റെ പുറമെ അപ്പൻഡിക്സ് പോലത്തെ എന്തോ ഒരു മുഴ അവളുടെ വയറ്റിലുണ്ട്. ഹോർമോണൽ ചേഞ്ചസ് നന്നായിട്ടുണ്ട്, മറ്റുള്ള കുട്ടികളെക്കാളും ബുദ്ധിമുട്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ, വീട്ടിലെ പ്രശ്നങ്ങൾ, ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, ഒരു വലിയൊരാൾക്ക് നേരിടാൻ പറ്റുന്ന പ്രശ്നങ്ങളുടെയൊക്കെ എത്രയോ ഇരട്ടിയാണ് ഈ മോള് ഈ ഒരു പ്രായത്തിൽ, അതായത് ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് ആ മോളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ റിസ്കിൻ്റെ ഇടയിൽ അവൾ പറഞ്ഞത്, സാറേ എനിക്ക് 2 സബ്ജക്റ്റ് ടഫാണെന്ന് പറഞ്ഞു. ഹിന്ദിയും ടഫാണ്, അതേപോലെ തന്നെ ഇംഗ്ലീഷും ടഫാണെന്നാണ് ആ മോള് പറഞ്ഞത്. അപ്പോൾ എന്തിനാണ് ഈ ഒരു കഥ നിങ്ങളോട് പറയുന്നത് എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. പ്രിയപ്പെട്ട മകളെ, നിങ്ങൾ ആലോചിച്ച് നോക്കാം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ക്ലാസ് ആണോ ആ ക്ലാസ് ഏറ്റവും മികച്ച രീതിയിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ പാരൻസ് എത്രയോ ഭാഗ്യം ചെയ്ത ആളുകളാണ്. അതേപോലെ തന്നെ നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം അത്രയും നല്ലൊരു പാരൻസിനെ കിട്ടിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും നല്ല മികച്ച സ്കൂളുകളിൽ പഠിക്കുന്നത്, ഇത്രയും മികച്ച ക്ലാസ്സുകൾ കാണുന്നത് എന്നൊക്കെ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ എന്നിട്ടും ഇത്രയൊക്കെ ഉണ്ടായിട്ടും പഠിക്കാത്ത ഒരുപാട് മക്കളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ +1 എത്തിയതിനു ശേഷം എത്രത്തോളം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബോർഡ് എക്സാം നിങ്ങൾക്കറിയാം, ഗവൺമെൻറ് ഡയറക്റ്റ് ആയിട്ട് നടത്തുന്ന ഒരു എക്സാം ഇല്ലാത്തതുകൊണ്ട്, സ്കൂളുകൾ നടത്തുന്ന എക്സാം ആയതുകൊണ്ടാണ് പല ആളുകൾക്കും +1 എന്ന് പറയുന്നത് വളരെ അത്രയൊന്നും ശ്രദ്ധിക്കണം എന്നില്ല എന്നുള്ളൊരു ചിന്ത വരുന്നത്. പക്ഷേ ഞാൻ പറയുന്നു, നിങ്ങളിപ്പോൾ ഒരു എൻട്രൻസ് എക്സാം, നിങ്ങളുടെയൊക്കെ ഭാവി എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആളുകളും ഫോക്കസ് ചെയ്യുന്നതും എൻട്രൻസ് എക്സാമുകളാണ്. അത് നീറ്റ് ആവാം, JEE ആവാം, IAS എക്സാമുകളാവാം. അങ്ങനെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം മേഖലയിലേക്ക് തന്നെയാണ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു മേഖലയിലേക്ക് തന്നെ ആയിരിക്കും സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഏത് മേഖല പോവുകയാണെങ്കിലും അവിടെയൊക്കെ വരുന്നത് ഈ പറയുന്ന ഒബ്ജക്റ്റീവ് എക്സാമുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യണം, അതിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും മികച്ച കോണ്ടന്റ് നമ്മുടെ ഉള്ളിലുണ്ടാവണം. അപ്പോൾ ഏറ്റവും മികച്ച കോണ്ടന്റ് ഇല്ലാത്ത കുട്ടി ഒരിക്കലും നമ്മൾ എന്താവില്ല, ടോപ്പ് ലെവലിലേക്ക് ഒന്നും വരില്ല. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഏറ്റവും മികച്ച ക്ലാസ് റൂമുകൾ നിങ്ങളെ ക്ഷണിക്കുന്ന സമയത്ത് നിങ്ങളത് ചൂസ് ചെയ്തിട്ടില്ല എങ്കിൽ അത് വലിയൊരു നഷ്ടം തന്നെ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, സൈലത്തിൻ്റെ ക്ലാസ്സുകളെ പറ്റി കേട്ടിട്ടുണ്ടാകും. എല്ലാ ദിവസവുമുള്ള ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മളെ NCERT ടെക്സ്റ്റ് ബുക്കുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്തത് ഉണ്ട്. അതിന് പുറമെ അത് ലൈവായിട്ട് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ അതിൽ ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് സൈലം ക്ലാസ് +1 CBSE എന്ന് പറയുന്ന ഈ ഒരു ബാച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. വെറും 2499 രൂപക്ക് നിങ്ങൾക്ക് റിവിഷനും കൂടി നിങ്ങൾക്ക് അതിൻ്റെ കൂടെ കിട്ടുകയാണ്. ഇപ്പോൾ പ്രൈസ് ഡ്രോപ്പ് ആയത് പറയാനാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു ബാച്ച് പ്രൊമോഷനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടോ അല്ല ഞാനിത് പറയുന്നത്. ഇതിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പഠിച്ച് തുടങ്ങണം. നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങളിത് എടുക്കണോ എടുക്കാതിരിക്കണോ നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ ഞാൻ ഏറ്റവും മികച്ചത് ജസ്റ്റ് ഒന്ന് നിങ്ങളോട് പറഞ്ഞെന്നുള്ളൂ. അപ്പം നല്ല രീതിയിൽ പഠിക്കുക, ഇനി മുതലെങ്കിലും നിങ്ങൾ പഠിക്കുക. കാരണം അത്രയധികം ബുദ്ധിമുട്ടുന്ന ആളുകൾ അത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട് എങ്കിൽ, അത്രയൊന്നും ബുദ്ധിമുട്ടില്ലാത്ത നമ്മൾ എന്തുകൊണ്ട് നോക്കിയിരിക്കുന്നു എന്നൊരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഹാർഡ് വർക്ക് ചെയ്യുക, റിസൾട്ട് വരും. ഇനി എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം എന്നൊന്നും അറിയാത്ത ആളുകൾ ധൈര്യമായിട്ട് താഴെക്കാണെന്ന് നമ്മൾ വിളിച്ച് നോക്കാം, നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കാവുന്നതാണ്. പിന്നെ ഇതൊരുപാട് സമയം ഉണ്ടല്ല, ലിമിറ്റഡ് ഓഫറാണ്. അതുകൊണ്ട് +1 CBSEയിൽ നിങ്ങളുടെ CBSE ബോർഡ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള, അതായത് നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ നടത്തുന്ന എക്സാമുകളൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ടും എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ബാച്ച് നിങ്ങൾ ക്ഷണിക്കുകയാണ്. അഗ്നി ബാച്ചാണ്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ബോർഡ് എക്സാമുമായിട്ട് റിലേറ്റഡ് ഉള്ള ചോദ്യങ്ങളായിരിക്കും. ഇതൊരു ക്വിക്ക് റിവിഷനും കൂടി നിങ്ങൾക്കായിരിക്കും. അപ്പോൾ ഇതുവരെ പഠിച്ച കുട്ടികൾക്കും ഇനിയും പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് ക്ലാസ് എടുക്കാൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് മിസ്സാക്കേണ്ട ഏറ്റവും മികച്ച മെറ്റീരിയൽസ്, ഏറ്റവും മികച്ച PDF നോട്ടുകൾ, ഏറ്റവും മികച്ച റെക്കോർഡ് ക്ലാസ്സുകൾ, അങ്ങനെ എല്ലാം കൊണ്ടും ഏറ്റവും മികച്ചത് തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് മിസ്സാക്കേണ്ട, താഴെ നമ്പറിൽ വിളിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ് ഉറപ്പ് വരുത്തുക. നിങ്ങളുടെ എല്ലാ +1 CBSEയിലെ കുട്ടികളോടും ഈ ഒരു വിവരം പറയുക. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ബ്രദർ ലേണിംഗ്. ബൈ.